ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ കാണിക്കുക എന്നുള്ളത്. ഇപ്പോൾ സമയം 5:37. ഞാൻ ശരിക്കും 5:30 മുതൽ 7:30 വരെ എങ്ങനെയാണ് ഞാൻ ജിമ്മിൽ എങ്ങനെയാണ് പോകുന്നത് ആ ഒരു സംഭവമാണ് ഇപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറച്ച് വിയേർഡായിട്ട് തോന്നി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്ന് വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമുക്കത് എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജിമ്മിനൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എസ്തെറ്റിക്സിൻ്റെ 45 ഡേയ്സ് ചലഞ്ചിൻ്റെ ടീഷർട്ട് തന്നെ എടുത്തിട്ടത്. ഞാൻ ചെറുതായിട്ട് ഫ്ലെക്സൊക്കെ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ കുറേ ആയിട്ട് എന്നോട് പറയുന്നൊരു കാര്യമാണ് ഡേ ഇൻ മൈ ലൈഫ് പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിടാനായിട്ട്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു വിയേർഡ്നെസ് ആയിരുന്നു. പക്ഷേ ഞാൻ ഇതൊന്ന് മാറ്റാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കാം. അപ്പോൾ എൻ്റെ ബ്രഷിങ് ഒക്കെ കഴിഞ്ഞു, ഫേസ് വാഷ് എല്ലാം ചെയ്തു. അതിനുശേഷം ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരുന്നതിന് കാണാം. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയറിലോട്ട് കിടക്കാം. ഞാൻ ഫസ്റ്റ് സെറം യൂസ് ചെയ്യുന്നുണ്ട്. സെറം പ്ലസ് മോയ്സ്ചറൈസർ പ്ലസ് ലിപ് ബാം, ഈ ഒരു 3 കോംബോയാണ് ഞാൻ ജിമ്മിൽ പോകാൻ നേരത്ത് യൂസ് ചെയ്യാറുണ്ട്. ഗാർണിയറിൻ്റെ വിറ്റമിൻ സി സെറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വിറ്റമിൻ സി യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ എന്തായാലും നമ്മൾ സൺസ്ക്രീനും കൂടി യൂസ് ചെയ്യണം. പക്ഷേ ഞാൻ രാവിലെ തന്നെ തിരിച്ചെത്തണോണ്ട് സൺസ്ക്രീൻ ഞാൻ പൊതുവേ ഒഴിവാക്കാറാണ് പതിവ്. പിന്നെ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസിലും നെക്കിലും കയ്യിലും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് പിന്നെ ലിപ് ബാമിലേക്ക് കിടക്കുന്നത്. അങ്ങനെ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കോഫി എടുക്കുന്നുണ്ട്. കോഫിയുടെ കൂടെ ഒരു ബനാന എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബനാനയുടെ ഷോട്ട് എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടോ ഗൈസ്. അങ്ങനെ കോഫിയെല്ലാം കുടിച്ച് വെളിയിലേക്ക് ഇറങ്ങി സ്ലൈറ്റ്ലി വെട്ടം വെച്ച് തുടങ്ങി ആകാശത്തേക്ക്. ഞാൻ പിന്നെ എൻ്റെ 2 വീലറിലാണ് പോകുന്നത്. 2 വീലറിൽ ഓൾമോസ്റ്റ് ടൈം കാണിക്കുന്നുണ്ട് 6:06 എനിക്ക് ആ ഒരു 6 മണി ഒരു ടൈമിലേക്ക് ഇറങ്ങിയാലാണ് കറക്റ്റ് ടൈമിൽ എത്തിയിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ജിമ്മ് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക്. കാരണം ഒരു 45 ഡേയ്സ് ചലഞ്ച് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് 2nd പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഡെയിലി ഇൻസ്റ്റാ സ്റ്റോറീസ് ഇടുക എന്നുള്ളത്. അത് ജിമ്മിനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറി ഇടുക എന്നുള്ളതൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് 45 ഡേയ്സും നമ്മൾ സ്റ്റോറി ഇടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ജിമ്മ് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണണമെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് പെരുമ്പാവൂരുള്ള എസ്തെറ്റിക് ജിമ്മിലാണ്. ആശീർവാദിൻ്റെ ഓപ്പോസിറ്റാണ് ജിമ്മിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ ജിമ്മിൻ്റേതായിട്ടുള്ളൊരു ഫിറ്റ്നസ് കഫേ ഉണ്ട്. 6 മണി മുതൽ ഫിറ്റ്നസ് കഫേ അവൈലബിൾ ആണ്. സോ ഞാൻ ജിമ്മിലെത്തിയിട്ട് എൻ്റെ വാമപ്പ് തുടങ്ങുകയാണ്. ഇന്ന് എനിക്ക് ബാക്ക് ഡേ ആണ്. കാരണം 2 ദിവസം ഞാൻ ഫസ്റ്റ് ഡേ ലെഗ് ചെയ്തു, നെക്സ്റ്റ് ഡേ ചെസ്റ്റ് ചെയ്തു. ഇന്ന് 3rd ഡേ ആണ്, വെനസ്ഡേ ആണ്. ഇത് ഞാൻ ഷൂട്ട് ചെയ്ത ദിവസം വെനസ്ഡേ ആണ്. സോ ഇന്ന് എൻ്റെ ബാക്ക് ഡേ ആണ്. ബാക്കിനേക്കുള്ള വർക്കൗട്ടാണ് കൂടുതലൊന്ന് ചെയ്യുന്നത്. ചെസ്റ്റ് കഴിഞ്ഞ ദിവസം ചെയ്തതുകൊണ്ട് കുറച്ച് വേദനയുണ്ട് ചെസ്റ്റ് ഏരിയയിലൊക്കെ. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വാമപ്പൊക്കെ ചെയ്യുന്ന സമയത്ത്. ഞാൻ വീഡിയോ എടുത്ത ദിവസം കുറച്ച് റഷ് കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാരൊന്നും നിങ്ങളെ കാണാതിരുന്നത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ തിരക്കുള്ള ഒരു ജിം തന്നെയാണിത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അച്യുതിൻ്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം ആളവിടെ നിന്ന് മുഖം പൊത്തി ഓടുന്നൊരു സീനാണ് നിങ്ങൾ കാണുന്നത്. ഇവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് ഓണത്തിനൊക്കെ ഡാൻസൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എന്തായാലും എൻ്റെ ചാനലിലുണ്ട്, ഒന്ന് കയറി കണ്ടേക്കണേ. 2022 ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും നാളായിട്ട് ഈ കുട്ടി ജിമ്മിൽ പോയിട്ട് മാറ്റമൊന്നും ഇല്ലേന്ന്. നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് 44 കിലോയെ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 52 kg ആക്കിയത് ഈ ഒരു ജിം തന്നെയാണ്. ഇവിടുത്തെ ട്രെയിനേഴ്സാണ്. അവരുടെ ഒരു ഹെൽപ്പോട് കൂടി തന്നെയാണ് നല്ല രീതിയിൽ എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സാധിച്ചത്. പക്ഷേ അതിന് ശേഷം ഞാനൊന്ന് ദുബായിലേക്ക് പോയിട്ട് വന്നു.
വീണ്ടും 0 സൈസായിട്ട് തിരിച്ചു വന്നു. പിന്നെ ഡാൻസ് ക്ലാസ്സൊക്കെ തുടങ്ങിയതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ബ്രേക്ക് വന്നു. എനിക്ക് ആ ഒരു ഫിറ്റ്നസ് കറക്റ്റായിട്ട് എനിക്ക് ജിമ്മിൽ വരാനോ എനിക്ക് വർക്കൗട്ട് ചെയ്യാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും ഞാൻ ജോയിൻ ചെയ്തത് സെപ്റ്റംബറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അതിനുശേഷം നമുക്ക് 45 ഡേയ്സിൻ്റെ ചലഞ്ച് വന്നു. ചലഞ്ചിൻ്റെ ഒരു പോസ്റ്റർ ബാനറൊക്കെയാണ് ഇതിൻ്റെ ബാക്കിലിരിക്കുന്നത്. എല്ലാം എൻ്റെ ബാക്ക് ടു നോർമൽ ഒരു ട്രാക്കിലേക്ക് ഞാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു വ്ളോഗ് രാവിലത്തെ എൻ്റെ റൊട്ടീൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇത് ബാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. ലാറ്റ് പുൾ ഡൗൺ എന്ന് പറയും, ഫോർ ദോസ് ഹു ഡോണ്ട് നോ. ലാറ്റ് പുൾ ഡൗൺ ഫ്രണ്ടും ബാക്കും ചെയ്തതിന് ശേഷം അടുത്തത് പോയത് ബെൻഡ് ഓവർ റോ ആണ്. ഇതെല്ലാം ബാക്കിലേക്കുള്ള വർക്കൗട്ടാണ്. ഇതിൻ്റെ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല. സോ ഞാനിതിൻ്റെ പേരും ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഹെയർ സ്റ്റൈൽ യൂഷ്വൽ ഒരു സാധാരണ പോണി കെട്ടിയിട്ടാണ് ചെയ്യാറ്. പിന്നെ എനിക്ക് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഹെയർ ഭയങ്കരമായിട്ട് എന്നെ എന്താ പറയുക ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനൊരു ചെറിയ ബൺ കെട്ടിയിട്ടാണ് പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. വർക്കൗട്ട്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓരോ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും നമുക്ക് ബ്രേക്കുണ്ട്. ആ ഒരു ടൈം ഗ്യാപ്പിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആൾ കൂടുന്നതിന് മുമ്പ് വീഡിയോസ് എടുക്കുകയാണ് ഞാൻ. കുറച്ച് ധൃതിയിലാണ് പിന്നെ എല്ലാം ചെയ്ത് പോയത്. നെക്സ്റ്റ് ചെയ്ത വർക്കൗട്ട് സീറ്റഡ് റോ ആണ്. സീറ്റഡ് റോ ഒരു 3 സെറ്റ് ചെറിയ വെയിറ്റ് ഇടുക, അതിനുശേഷം വെയിറ്റ് കൂട്ടിയാണ് നമ്മൾ എല്ലാ സമയത്തും ചെയ്യുന്നത്. അങ്ങനെ ഒരു 3 സെറ്റ് ചെയ്തതിന് ശേഷം ഹൈപ്പർ എക്സ്റ്റൻഷനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈപ്പർ എക്സ്റ്റൻഷൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേക്കും കുറച്ച് റഷ് ആയിരുന്നു ജിമ്മിൽ. അതുകൊണ്ട് ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ജിമ്മിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 7:35 ആകുമ്പോഴത്തേക്കും വർക്കൗട്ട് നോർമലി കഴിയും. പിന്നെ സ്ട്രെച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഇറങ്ങുക. അപ്പോഴത്തേനും കുറച്ചും കൂടി ടൈം പിടിക്കും. അപ്പോഴത്തേക്കും എന്താ പറയുക, സൂര്യനൊക്കെ വന്ന് കുറച്ച് ആകാശമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഞാൻ വ്ളോഗ് എടുക്കുന്ന ദിവസം ഒരു വെനസ്ഡേ ആണ്. അന്ന് എനിക്ക് മോർണിംഗും ഈവനിങ്ങും ക്ലാസ് ഉണ്ട്. ആ ഒരു കാര്യങ്ങളും കൂടെയാണ് ഞാൻ ഈ വ്ളോഗിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടാണ്. എൻ്റെ ഇങ്ങനത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ വേണം എന്നോട് പറയാനായിട്ട്. സോ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഇതുപോലത്തെ വീഡിയോസ് ഏറ്റവും കൂടുതൽ ഇടാൻ വേണ്ടിയിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എൻ്റെ സ്വന്തം ഫ്രണ്ട് ഐജയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഐജയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹാപ്പി ആയില്ലേ കുട്ടാ? സോ നെക്സ്റ്റ് ഒരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.